പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യം വളരെ സന്തുഷ്ടകരമായി മുന്നേറുവാൻ തക്കോണം ഇടയായിത്തീരുന്നതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് നമുക്ക് മനോഹരമായ ഒരു ഭരണഘടനയുണ്ട്. ഏതൊരു രാജ്യത്തിൻ്റെയും മനോഹരത്വം എന്ന് പറയുന്നത് ആ രാജ്യം എന്ത് വിശ്വസിക്കുന്നു, എങ്ങനെ അത് നയിക്കപ്പെടുന്നു എന്നുള്ളത് അറിയാൻ ഇടയാകണമെങ്കിൽ അവരുടെ ഭരണഘടന എന്താണ് എന്നറിയണം. മതാധിഷ്ഠിതമായിട്ടുള്ളതാണോ അതോ മനുഷ്യർക്കെല്ലാവർക്കും സ്വാതന്ത്ര്യവും ഐക്യവും ഉള്ളതാണോ എന്നറിയാൻ ഇടയായിത്തീർന്നാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ പുരോഗതി നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കെല്ലാം നാന്ദിയായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്ന ഒരു ശില എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. 1949 നവംബർ മാസം 26 വളരെ മനോഹരമായിട്ടുള്ള ഈ ഭരണഘടന അന്നത്തെ എല്ലാ ചർച്ചകൾക്കും അനേക നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരു ഭരണഘടനയായിട്ട് തന്നെ രൂപപ്പെടുത്തുകയും ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഈ ഭരണഘടന നമ്മുടെ രാജ്യത്തിനെ സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് 1950 ജനുവരി മാസം 26 അത് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് അംഗീകരിക്കുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്, അത് മറ്റൊരവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാം. എന്നാൽ ഈ ഭരണഘടനാ ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ഇതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ച അനവധി ആളുകളുണ്ട്. ഇപ്പോൾ അവരുടെയൊക്കെ അധ്വാനങ്ങളെ തമസ്കരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, വരുന്ന തലമുറയും ഓർത്തിരിക്കണം നാം എങ്ങനെ നാമായി തീർന്നുവെന്നും നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാരാണെന്നും ഒക്കെ നാം ഓർത്താൽ മാത്രമേ നമ്മുടെ പുരോഗതിയിൽ അവരെ കൂടെ അവരോടുള്ള കേർട്ടസി നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്കവർ വെച്ചിട്ട് പോയിട്ടുള്ള ലെഗസിയെ നമ്മളെ പാടെ തിരസ്കരിക്കുകയും നമ്മുടേതായിട്ടുള്ള ആധുനിക ചിന്തകളിൽ ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് എന്നുള്ളൊരു ചിന്ത രൂപപ്പെടുകയും ചെയ്യുന്നു. അത് വലിയ തെറ്റാണ്. ആ ഒരു സമൂഹത്തോട്, നമ്മുടെ മുൻഗാമികളോട് നാം കാണിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു സമീപനമാണ് അത്തരത്തിൽ നാം ചിന്തിച്ചാൽ. മാത്രമല്ല, ഇതിനെ തമസ്കരിക്കുവാനായിട്ട്, അവരുടെ അധ്വാനങ്ങളെല്ലാം തമസ്കരിക്കുവാനും അവർ പടുത്തുയർത്തിയ വാല്യൂസിനെ, മൂല്യങ്ങളെല്ലാം തങ്ങളുടേതാക്കി തീർക്കാനും ഒക്കെ ചില കൂട്ടരൊക്കെ അധ്യധ്വാനം ചെയ്യുമ്പോൾ, അതുകൂടാതെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ടും ഇവിടെയുള്ള സാഹോദര്യവും ഇവിടെയുള്ള നീതിയും ഇവിടെയുള്ള അതേപോലെ സ്വാതന്ത്ര്യവും അതേപോലെ തുല്യതയും ഒക്കെ എടുത്തു കളയാനായിട്ട് പലരും അധ്യധ്വാനം ചെയ്യുന്നുണ്ട്. അവരുടെ വാദമെന്ന് പറയുന്നത് ഇതൊക്കെ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആണ്, ഇതെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വൈദേശികമായിട്ടുള്ള ഭരണഘടനകളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് സ്വദേശീയമായ ഒന്ന് വേണം. കഴിഞ്ഞ 2 ഭരണകാലഘട്ടങ്ങളിലും അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാകുകയും അതിനെ ആസ്പദമാക്കിക്കൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായ. കാരണം അവരാക്കി തീർക്കാൻ തക്കവണ്ണം അധ്വാനം ചെയ്ത ആളുകളെ വിസ്മരിക്കുന്നത് തങ്ങളുടെ പിതാക്കന്മാരെ വിസ്മരിക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അവരൊരു മാർജിൻ ഇട്ടത്. ആ മാർജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏറ്റവും ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജി ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതിനെ ചുംബിച്ചുകൊണ്ടുമാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഈ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് നൽകിത്തരുന്നതായ ഒരു സ്വത്വബോധമുണ്ടല്ലോ, നമുക്ക് തരുന്ന ഒരു ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി എത്ര വലുതാണ് എന്നുള്ളത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനകത്ത് പിന്നീട് കൂട്ടിച്ചേർത്തായിട്ടുള്ള സെക്യുലറിസം എന്ന് പറയുന്ന ആ വാക്കിനെയൊക്കെ തമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ വെമ്പൽ പൂണ്ട് സുപ്രീം കോടതിയിൽ, നമ്മുടെ പരമോന്നത കോടതിയിൽ ചെല്ലുകയുണ്ടായി. എന്നാൽ ഇന്നലെ അതിന് വിഘാതമായിട്ടൊരു വിധി സുപ്രീം കോടതിയിലെ ആദരണീയനായ ജസ്റ്റിസ് പുറപ്പെടുവിക്കുകയും തൽഫലമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ട് ശ്വസിക്കാൻ തക്കൊണ്ട് ഇടയായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ ആശങ്കകൾ ഉണ്ടായത് ഈ ഭരണഘടനയെ നീക്കം ചെയ്യുവാനായിട്ടുള്ള ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ മാനിക്കപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അതിനനുകൂലമായ ഒരു നിലപാട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഏൽക്കുന്ന, നമ്മുടെ മൂർത്താവിലേൽക്കുന്ന വലിയൊരു ക്ഷതമായിരിക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. നമുക്ക് നീണാൽ വാഴുവാൻ തക്കോണം, നീണാൽ മുന്നോട്ട് പോകാൻ, സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ, ഐക്യത്തോടുകൂടെ ജീവിക്കാൻ, സാഹോദര്യത്തോടുകൂടെ പെരുമാറുവാനായിട്ട് നീതിപൂർവമായിട്ടുള്ള വിധികൾ ലഭ്യമാകും എന്നുള്ള ഉറപ്പോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ പിടിവള്ളിയാണ് ഇന്നലത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ വിധി
നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സന്തോഷത്തിൽ നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഭരണഘടന നമുക്ക് ഉണ്ടാക്കി തരുവാൻ വേണ്ടി അധ്വാനം ചെയ്ത അനവധി ആളുകളുണ്ട്. രാവും പകലും അവർ ഉറങ്ങാതെയും ഉണ്ണാതെയും, അതോടൊപ്പം തന്നെ അവരുടെ മനസ്സുകൾ മുഴുവനും ഭരണഘടന, ഇന്ത്യ എന്നുള്ള അന്നത്തെ 36 കോടി ജനങ്ങൾ, അതായിരുന്നു അവരുടെ ചിന്തകളിൽ മുഴുവനും. ആ ജനതകളെല്ലാം തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളും സമുദായത്തിലും അതുപോലെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും ചിന്താഗതിയിലുമുള്ള ആളുകളാണ്. അപ്പോൾ അവരെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മനോഹരമായിരിക്കുന്ന ഭരണഘടന നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഇന്ത്യൻ ഭരണഘടന നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നതായ, ഞാൻ പറഞ്ഞതുപോലെ ആ സത്വബോധം, ഐഡന്റിറ്റി, അത് നമ്മളെ എല്ലാം ഒന്നാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന 4 തൂണുകൾ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന 4 കാര്യങ്ങൾ. എന്തൊക്കെയാണത്? 1 നമുക്കുള്ളതായ ജസ്റ്റിസ്, നീതി. 2 നമുക്കുള്ളതായിട്ടുള്ള ലിബർട്ടി. 3 നമുക്കുള്ളതായിട്ടുള്ള ഇക്വാലിറ്റി, തുല്യത. 4-മത്തേത് നമുക്കുള്ള സാഹോദര്യം അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റി. ഇത് 4ഉം നമ്മളെ ഒന്നാക്കി ഒരു ചരടിൽ ബന്ധിക്കുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുപ്രായം മുതൽ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും സ്കൂളുകളിൽ നമ്മൾ അങ്ങനെ ചെയ്താണ് വളർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്കൂളിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാകുന്നു എന്നുള്ള ആ പ്രതിജ്ഞ എടുക്കുമ്പോൾ അത് വെറും ഒരു വാക്കുകളല്ല, അത് നമ്മുടെ മനസ്സിലേക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എതിരെ വരുന്നവനെ തിരസ്കരിക്കാനോ അവനെ അകറ്റി നിർത്തുവാനോ അവനെ അന്യവൽക്കരിക്കുവാനോ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അവിടെയാണ് സമഭാവന, സമവീക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന, അന്യോന്യമുള്ള ഒരു കരുതൽ നമുക്കുണ്ടാകുന്ന. നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരത്വം എന്ന് പറയുന്നത് അതാണ്. ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ബ്രിട്ടീഷുകാർ വിട്ടിട്ട് പോകുന്ന സമയത്ത് 2 തരത്തിലുള്ള ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് തദ്ദേശീയരായിട്ടുള്ള ഏകാധിപതിമാരുടെ ഭരണകൂടങ്ങൾ. 568 നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ രാജ്യം. എന്നാൽ അതിനകത്ത് ഒരു വിഭാഗം ആളുകളെ, ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലുള്ള ഒരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു. മറ്റേത് ഭാരതമാകുന്ന ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ചെറു രാജ്യങ്ങളും, ചില രാജ്യങ്ങളിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ദൈർഘ്യമുണ്ടെങ്കിലും ആളുകളൊക്കെ കുറവായിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു. മാത്രമല്ല അവിടെ ഉച്ചനീചത്വങ്ങൾ വളരെ കൊടികൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്, കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിലെ ഭരണങ്ങളെല്ലാം തന്നെ മതാധിഷ്ഠിതമായിട്ടുള്ള ഭരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്നാണ് നമ്മളൊരു റിപ്പബ്ലിക്കായിട്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. അപ്പം അത് മാറുവാൻ കാരണമെന്ന് പറയുന്നത് നമുക്കുണ്ടായ ഭരണഘടനയാണ്. അപ്പോൾ ഈ ഭരണഘടന പല രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. കടമെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലെ നല്ല ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്, തനതായിട്ടുള്ള ഒന്നല്ല നമുക്കുള്ളത്. അപ്പോൾ അതാണ് ചില ആളുകളുടെ ഏറ്റവും വലിയ സങ്കടം. ഇത് വൈദേശികമാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വൈദേശികമായിട്ടുള്ള വിദ്യാഭ്യാസ രീതികളൊക്കെ നമ്മുടെ നാട്ടിൽ ഉൾക്കൊള്ളുന്നില്ലേ? അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പല രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഭരണഘടന വൈദേശികമെന്ന് പറയുന്ന ആളുകളുടെ സന്താന പരമ്പരകളെല്ലാം വിദേശങ്ങളിലേക്ക് ജോലിക്കും മറ്റുമായിട്ട് അയക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പണമൊക്കെ നമ്മൾ കൈപ്പറ്റുന്നുണ്ട്. അതൊന്നും വൈദേശികമല്ലേ? തീർച്ചയായിട്ടും അവനവൻ്റെ സൗകര്യപൂർവ്വം കാര്യങ്ങളൊക്കെ പറയാനും വളച്ചൊടിക്കാനും പലർക്കും താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ചില ആളുകളുടെ ഇംഗിതം നമ്മുടെ രാജ്യം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഛിന്ന ഭിന്നമായി പോകണം, പഴയതിലേക്ക് പോകണം, 568 നാട്ടുരാജ്യങ്ങളെ പോലെ ചെറിയ നാട്ടുരാജ്യങ്ങളാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. പല കെണികളും അതുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും വളരെ ബോധ്യവാന്മാരായിരിക്കണം ഭരണഘടനയെക്കുറിച്ച്. ഈ അടുത്ത സമയത്ത് ഭരണഘടനയെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളൊക്കെ പല മേഖലകളിലുണ്ടായി. സുപ്രീം കോടതിയിലുള്ള ആ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇനിയും സംഘടിപ്പിക്കാവുന്നതാണ്. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ദീപിക പത്രത്തിൻ്റെ മാനേജിങ് എഡിറ്ററായിരിക്കുന്ന ആദരണീയനായ ജോർജ് കള്ളിവയൽ സാറ് വളരെ മനോഹരമായി ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇവ എന്നെനിക്ക് ബോധ്യമായി. അപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ടും കൂടെ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളായ നാം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയപരമായിട്ടുള്ള നീതിയും അതിൽ ഉതകുന്ന തരത്തിലുള്ള ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതാധിഷ്ഠിതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയും അവസരങ്ങളും
സമത്വവും പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പാർക്കുന്നതായിട്ടുള്ള എല്ലാവരുടെ ഇടയിലും ഓരോ വ്യക്തിയുടെയും അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും വളരെയധികം നിശ്ചയമാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനും. അങ്ങനെയുള്ളൊരു നിശ്ചയം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സാഹോദര്യം പുലർത്തുവാനായിട്ട് സാധിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെ തകർത്ത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു ഗൂഢ നീക്കമാണ്. ഈ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയെ അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ തക്കവണ്ണം ചിലരൊക്കെ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനെ തകർക്കാൻ തക്കവണ്ണം ഇന്നലത്തെ സുപ്രധാന വിധി, സുപ്രീം കോടതിയിലെ വിധി കാരണമായി എന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയെ ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് സുപ്രീം കോടതി തള്ളിക്കൊണ്ട് ആ ഭേദഗതികളുടെ മുൻകാല പ്രാബല്യം സാധുതയുള്ളതാണെന്നും ആമുഖത്തിൽ അടക്കം ചെയ്തിട്ടുള്ള ഭേദഗതികൾ ആവശ്യമില്ല എന്നും വളരെ കൃത്യമായിട്ട് ആദരണീയനായ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് വിധി പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇന്ന് നാം 75ാം വാർഷികം ആഘോഷിക്കുന്ന മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും വിജയം കൂടിയാണ് ഈ പരമോന്നത കോടതിയുടെ തീർപ്പ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. സോഷ്യലിസത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള പൗരന്മാരുടെ ആശങ്കകൾ തൽക്കാലത്തേക്കെങ്കിലും ഇല്ലാതാക്കാൻ തക്കവണ്ണം സുപ്രീം കോടതിയുടെ ആവർത്തിച്ചുള്ള കൃത്യതയും വ്യക്തതയുമുള്ള നിലപാട് സഹായകരമായി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് നമുക്കറിയാവുന്ന പോലെ അടിയന്തരാവസ്ഥ കാലത്ത് അതിനകത്ത് അടിയന്തരാവസ്ഥ കാലത്താണ് ഈ ആമുഖത്തിൽ ചേർത്തിരിക്കുന്ന സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ വന്നതെന്നും അതുകൊണ്ട് തന്നെ അതെടുത്തു കളയണം എന്നുള്ളതായിരുന്നു സംഘപരിവാർ ശക്തികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നീക്കങ്ങൾ. അപ്പോൾ അതിനാണ് ഒരു വലിയ തിരിച്ചടി ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വളരെ കൃത്യമായിട്ട് കുറേ നാളുകളായിട്ട് അവർ പ്രചരിപ്പിക്കുകയാണ്. ഇത് വൈദേശികമാണ്, അതുകൊണ്ട് തന്നെ ഇതെടുത്തു കളയണം. അപ്പോൾ ഇന്ത്യയെ ഹിന്ദുത്വ മതരാഷ്ട്രമാക്കാനുള്ള RSS അടക്കമുള്ളവരുടെ ഗൂഢലക്ഷ്യം മതേതര മൂല്യമുള്ള ജനത വേഗത്തിൽ അനുവദിക്കയില്ലെന്നതിൻ്റെ സൂചന കൂടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പം ആ വിധിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് മതനിരപേക്ഷതയോടെ അടിസ്ഥാനത്തിലാണ് 1976 പാസ്സാക്കിയതായിട്ടുള്ള 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് സുപ്രീം കോടതിയിൽ ഈ RSS സംഘപരിവാറുകൾ ചോദ്യം ചെയ്ത്. അപ്പോൾ ഏകദേശം 44 വർഷങ്ങൾക്ക് ശേഷം ഈ ഭരണഘടനാ ഭേദഗതിയെ വെല്ലുവിളിക്കുന്നതിന് ന്യായമായ കാരണമോ ന്യായീകരണമോ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് വളരെ കൃത്യമായി നിരീക്ഷിച്ചു. അനുച്ഛേദം ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള പാർലമെന്റിന്റെ ഭേദഗതി അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു ആ വിധി. നമുക്കറിയാവുന്ന പോലെ കേശവാനന്ദ ഭാരതിയും കേരള സംസ്ഥാനവും തമ്മിലുള്ള SR ബൊമ്മയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കേസുകളിലെ ഭരണഘടനാ ബെഞ്ചുകളുടെ പഴയകാല വിധികൾ ഉൾപ്പെടെ നിരവധി തീരുമാനങ്ങൾ മതനിരപേക്ഷതയുടെ ഭരണഘടനയുടെയും അടിസ്ഥാന സവിശേഷതയാണെന്ന് ഈ വിധികളിലൂടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ വിവേചനരഹിതമായ രാഷ്ട്രം ഇന്ത്യൻ സാഹചര്യത്തിൽ സോഷ്യലിസവും മതേതരത്വവും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് സുപ്രീം കോടതി ഇന്നലത്തെ വിധിയിൽ കൂടെ വിശദീകരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ മതസ്ഥരെയും തുല്യമായും വിവേചനമില്ലാതെയും പരിഗണിക്കാനുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയാണ് മതേതരത്വം അടിസ്ഥാനപരമായിട്ട് പ്രതിനിധീകരിക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനായിട്ടുള്ളത്, ഈ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ചില ആളുകൾ വളരെ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇവിടുത്തെ ഈ സാഹോദര്യത്തെ തച്ചുടയ്ക്കുന്ന വിധത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ ഇവിടുത്തെ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്താറുണ്ട്. അതിനകത്ത് ഖേദകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവിടേക്ക് ചില സംഘടനകളെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ആ സംഘടനകളിലൂടെ തങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ ഇവിടേക്ക് കുത്തിച്ചെലുത്തുകയും ചെയ്യാനായിട്ട് വളരെ ബോധപൂർവം അവർ ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ തങ്ങളുടെ ശത്രുവായിട്ട് പരിഗണിക്കണം. ശത്രുവായിട്ട് പരിഗണിച്ചതിന് ശേഷം തങ്ങളെ എല്ലാവരും കൂടെ, അല്ലെങ്കിൽ ക്രൈസ്തവരെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർക്കാമെന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയാണ് അവർക്കുള്ളത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം അതിന് നിങ്ങളെ അനുവദിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള ഉറപ്പ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹോദര്യം എന്ന് പറയുന്നത് അത് വിദേശകരാൽ നിയന്ത്രിക്കപ്പെടേണ്ടുന്ന ഒന്നല്ല. ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ട് ഇവിടെ തന്നെ ജീവിക്കുന്ന, ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് പാർക്കുന്ന ജനത, അവർ ഐക്യത്തിൽ ജീവിക്കുന്നതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്നുള്ളതാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള നക്കാപ്പീച്ചകൾ കൈപ്പറ്റിക്കൊണ്ട് ഈ രാഷ്ട്രത്തിലെ ഐക്യതയും അഖണ്ഡതയും ഇല്ലായ്മ ചെയ്യാൻ തക്കവണ്ണം ശ്രമിക്കുന്നതായിട്ടുള്ള സംഘപരിവാർ ശക്തികളോട് ചേർന്ന് നിൽക്കുന്ന ചില ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ അവർ കാണിക്കുന്നത് വലിയ ദുരന്തത്തിലേക്ക് ഒരു വലിയ സമൂഹത്തെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. മറന്നു പോകരുത്, താൽക്കാലികമായ അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ടാണ് അത്തരം ആളുകൾ ഇതിനു വേണ്ടി മുറവിളി കൂട്ടുന്നത്. അതിനെ എതിർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോർജ് സാറ് വളരെ കൃത്യമായി തൻ്റെ ലേഖനത്തിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ കാരണം ഒരു പൗരനും അവശതയില്ലെന്ന് ഭരണകൂടം ഉറപ്പാക്കാൻ തക്കവണ്ണം അതിനകത്തെ സോഷ്യലിസവും അതിനകത്തെ സെക്കുലറിസവും വളരെ കൃത്യമായ ദിശാബോധം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനകത്ത് സാമ്പത്തിക പ്രാപ്തിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കണമെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാകണം, സ്വകാര്യ സംരംഭത്വം ഉണ്ടാകണം, സാമൂഹിക ഉന്നമനത്തിലേക്ക് എത്താൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും വേണം. അതിനകത്ത് മതപരവും വ്യക്തിപരവുമായ ഇത്തരം അവകാശങ്ങളെ ഒരു തരത്തിലും ഭരണഘടന പരിമിതപ്പെടുത്തുന്നില്ല എന്ന് വളരെ കൃത്യതയോടുകൂടെ പറയുകയാണ്. അപ്പം സോഷ്യലിസം സമം ക്ഷേമരാഷ്ട്രം എന്നുള്ളത് തന്നെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന. അത് മതേതരത്വമാണ്. അതാണ് വളരെ കൃത്യമായിട്ട് ഈ വിധിയിലൂടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്നലെയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജോർജ് സാർ പറയുകയാണ്, ഇന്ത്യയിലെ മതേതര സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പോലും പാശ്ചാത്യ രാജ്യങ്ങളുടേതിൽ നിന്നും മികച്ചതും വ്യത്യസ്തവുമാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് ദർശനം. പ്രാഥമികമായി ഒരു ക്ഷേമരാഷ്ട്രം എന്നാണ് സോഷ്യലിസം എന്നതിലൂടെ അർത്ഥമാക്കുന്നതെന്ന് സുപ്രീം കോടതി വിശദീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നന്നായി അഭിവൃദ്ധിപ്പെടുന്ന സ്വകാര്യ മേഖലയെ അതിലൊരിക്കലും തടഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മുടേത് ഒരു ക്ഷേമരാഷ്ട്രമാണെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിനായി നിലകൊള്ളുകയും അവസരങ്ങളുടെ തുല്യത നൽകുകയും വേണമെന്ന ഇന്നലത്തെ വിധിയിൽ ചീഫ് ജസ്റ്റിസ് ഖന്ന വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുള്ള അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നിർവഹിച്ചിരിക്കുന്നത്. അത് മറന്നു പോകരുത്. അതിനകത്ത് ആർട്ടിക്കിൾ 14, 15-ന്റെ 1, 2, 16-ന്റെ 1, 2, 25-ന്റെ 1, 28, 30, 30-ന്റെ 1, 30-ന്റെ 2, 350B തുടങ്ങിയവ ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ്. അപ്പം ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും നൽകുന്നു. 15-ന്റെ 1-ലും 2-ലും അതനുസരിച്ച് മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരന്മാർക്കെതിരായ വിവേചനം തടയുകയാണ്. അതേപോലെ ആർട്ടിക്കിൾ 15-ന്റെ 1-ഉം 2-ഉം എന്നിവ സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഓഫീസിലേക്കുള്ള തൊഴിൽ അല്ലെങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസര സമത്വത്തിനുള്ള പൗരാവകാശം ഉറപ്പാക്കുകയാണ്. അതേപോലെ ആർട്ടിക്കിൾ 25-ന്റെ 1-ല് മനസാക്ഷിയെ അനുസരിച്ച് ഏതൊരു പൗരനും അവനിഷ്ടമുള്ള മതവും വിശ്വാസവും സ്വീകരിക്കുവാനും പ്രഖ്യാപിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 25-ലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രബോധനത്തിലോ മതപരമായ ആരാധനയിലോ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും പരിപാലിക്കുന്നത്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 30-ന്റെ 1-ൽ മതപരവും ഭാഷാപരവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവർക്കിഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും
നിയന്ത്രിക്കുവാനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. അതിൻ്റെ ആർട്ടിക്കിൾ 32 അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നതിൽ വിവേചനം പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള സ്പെഷ്യൽ ഓഫീസറെ സംബന്ധിച്ചുള്ളതാണ് അനുച്ഛേദനം 150B എന്ന ഭരണഘടനാ ഭേദഗതി പിന്നീട് കൊണ്ടുവന്നത്. അപ്പം മതസ്വാതന്ത്ര്യം മൗലിക അവകാശം. മതനിരപേക്ഷത എന്നാൽ ഇന്ത്യയിൽ വെറും മതസഹിഷ്ണുതയല്ല, മറ്റെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കൂടി ഇന്ത്യയിലെ ഭരണഘടനാ ശില്പികൾ വിവക്ഷിക്കുന്നുണ്ട്. അത് മറന്നു പോകരുത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഏതൊരാൾക്കും മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവനിഷ്ടമുള്ള മതവും വിശ്വാസവും സ്വീകരിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട്. അപ്പോൾ പൗരൻ്റെ മൗലിക അവകാശമാണ് ഈ മതപരമായ വിശ്വാസവും അതിലുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ. അപ്പം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അതിന് നടത്തുന്നതിനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പം മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം, ജംഗമ സ്ഥാവര വസ്തുക്കൾ, അവയുടെ ആവശ്യമായിരിക്കുന്ന സ്വത്തുകൾ, അതൊക്കെ സ്വായത്തമാക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള അവകാശം തുടങ്ങിയവയും അനുച്ഛേദം 26 അനുസരിച്ച് വളരെ കൃത്യമായി നമുക്ക് നൽകുന്നുണ്ട്. അപ്പം ധാർമ്മികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള മറ്റ് മൗലിക അവകാശ വ്യവസ്ഥകൾ എന്നിവയ്ക്ക് വിധേയമാണ് എല്ലാ മതങ്ങൾക്കും ഈ അവകാശങ്ങൾ. അത് നമുക്ക് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ പരമാധികാരത്തിനും കീഴിലായിരിക്കണം ഇതെല്ലാം തന്നെ, ഏതൊരു മതത്തിൻ്റെ ആയിരുന്നാലും. അപ്പോൾ ഇവിടെയാണ് വഖഫ് ബോർഡുമായിട്ടൊക്കെ ഉള്ള ചർച്ചകൾ ആളുകൾ കൊണ്ടുവരുന്നത്. അവർ പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഭരണഘടനാ സ്വാതന്ത്ര്യത്തിന് മീതെയാണ് വഖഫ് ബോർഡിൻ്റെ. അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും ഞാനും കൂടെ മറ്റൊരു വീഡിയോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകി തരുന്നതായിരിക്കും, അറിവുകൾ പകർന്നു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ രാജ്യത്ത് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈകടത്താൻ തക്കവണ്ണം ഒരു ശക്തിക്കും സാധ്യമല്ല, അത് അനുവദിച്ചുകൂടാ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭൂരിപക്ഷം എന്ത് പറയുന്നോ അതിനനുസരിച്ച് ജനങ്ങൾ അങ്ങ് നീങ്ങുകയാണ്. ഈ ക്രൈസ്തവ സമൂഹം പലപ്പോഴും ഈ ഭയത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ പ്രത്യുൽപാദന ശക്തി ആർജിക്കപ്പെട്ട ഒരു സമൂഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ രാജ്യമാക്കി തീർക്കാൻ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക മാത്രമല്ല അതിൻ്റെ ഔന്നത്യത്തിലേക്ക്, രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഏറ്റവും അധികം അധ്വാനിച്ചിട്ടുള്ളത് ക്രൈസ്തവരാണ്, മിഷണറിമാരാണ്, അതിനെ തുടർന്ന് വന്നിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരാണ്. അവർക്കും ഈ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്. ഇപ്പോൾ പിന്നെ എന്തിനാണ് ഭയന്നുകൊണ്ട് വേറെ ചിലരെയൊക്കെ കൂട്ടുപിടിച്ചാലേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ, വേറെ ചിലരെ ഒറ്റിക്കൊടുത്താലേ അവരെ മാറ്റി നിർത്തിയാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നൊക്കെ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നമുക്കെല്ലാവർക്കും തുല്യതയാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നെപ്പോലെ തന്നെയാണ് ഒരു ഹൈന്ദവ സഹോദരനും, എന്നെപ്പോലെ തന്നെയാണ് ഒരു പാർസി സഹോദരനും, എന്നെപ്പോലെ തന്നെയാണ് ഒരു യഹൂദ സഹോദരനും, ഒരു പഞ്ചാബി, ഒരു സിഖ് സഹോദരനും, ഒരു മുസ്ലിം സഹോദരനും. ആർക്കും ഏറ്റക്കുറച്ചിലുകളില്ല. നാം എല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യ നമ്മുടെ വലിയ ഒരു തറവാടാണ്, മാതൃരാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം തിരുവചനം നമുക്ക് തരുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നന്ദിയുള്ളവരായിരിക്കണം രാജ്യത്തോട്. കാരണം ഈ രാജ്യത്ത് നമുക്ക് അനുഭവിക്കാൻ തരുന്ന സ്വാതന്ത്ര്യം, നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ തരുന്ന ആ സ്വാതന്ത്ര്യം, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം, അതില്ലായ്മ ചെയ്യുവാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ശബ്ദിക്കാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം, അതാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിനായിട്ട് ദൈവമായ കർത്താവ് നമുക്കിടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജോർജ് സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.